വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് യാത്ര. 9 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ പാക് സന്ദർശനം. സന്ദർശനവേളയിൽ പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് എസ് ജയശങ്കർ നിലപാട് വ്യക്തമാക്കി. ഇസ്ലാമാബാദിൽ ഈ മാസം 15-16 തീയതികളിലാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗം നടക്കുക. യോഗത്തിൽ പങ്കെടുക്കാനായി സെപ്റ്റംബർ 30-ന് പാകിസ്ഥാന്റെ ക്ഷണം ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ക്ഷണം ലഭിച്ചിരുന്നത്. എന്നാൽ മോദിക്ക് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് പാകിസ്ഥാനിലേക്ക് പോകുക. ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ജയശങ്കർ നയിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. On your question on our participation in the SCO summit, yes, the External Affairs Minister will lead our delegation to Pakistan to participate in the SCO summit, which will be held in Islamabad on 15th and 16th, I understand, of October. പാകിസ്ഥാൻ നടത്തുന്ന ഭീകരതയെക്കുറിച്ച് UN ജനറൽ അസംബ്ലിയിൽ തുറന്നടിച്ചതിന് പിന്നാലെയാണ് ജയശങ്കറിന്റെ പാകിസ്ഥാൻ സന്ദർശനമെന്നത് ശ്രദ്ധേയമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ശക്തമായ തിരിച്ചടി ഭാരതം നൽകുമെന്നും പാക് ഭീകരവാദം ഒരിക്കലും വിജയിക്കില്ലെന്നും എസ് ജയശങ്കർ പറഞ്ഞിരുന്നു. 9 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി നടത്തുന്ന ആദ്യ പാകിസ്ഥാൻ സന്ദർശനമാണിത്. 2015 ഡിസംബറിൽ ഇസ്ലാമാബാദിൽ നടന്ന ഹാർട്ട് ഓഫ് ഏഷ്യ മന്ത്രിതല സമ്മേളനത്തിൽ സുഷമ സ്വരാജ് നയിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘം പങ്കെടുത്തിരുന്നു. അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫുമായി സുഷമ സ്വരാജ് കൂടിക്കാഴ്ച നടത്തി. ആ വർഷം തന്നെ പ്രധാനമന്ത്രി മോദി ലാഹോറിലെത്തി നവാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. റഷ്യ, ചൈന, കിർഗിസ് റിപ്പബ്ലിക്, കസാക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ 2001 ഷാങ്ഹായിൽ നടന്ന ഉച്ചകോടിയിലാണ് SCO സ്ഥാപിച്ചത്. 2017 ഇന്ത്യയും പാകിസ്ഥാനും സ്ഥിരാംഗങ്ങളായത്. 2023 ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ എത്തിയിരുന്നു. ഇത്തവണത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന വേളയിൽ പാകിസ്ഥാനുമായി ഒരു ചർച്ചയും നടത്തില്ലെന്ന് എസ് ജയശങ്കർ നിലപാട് വ്യക്തമാക്കി. ഈ സന്ദർശനം ഒരു ബഹിരാഷ്ട്ര പരിപാടിയുടെ ഭാഗമാണ്, അല്ലാതെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല. ഷാങ്ഹായ് സഹകരണ സഖ്യത്തിന്റെ ഒരു നല്ല അംഗമാക്കാനാണ് അവിടെ പോകുന്നതെന്നും അദ്ദേഹം ഡൽഹിയിൽ വ്യക്തമാക്കി. പക്ഷേ ഒരു മര്യാദയുള്ള വ്യക്തി എന്ന നിലയിൽ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷാങ്ഹായ് സഹകരണ സഖ്യം കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് നിലവിലെ അധ്യക്ഷസ്ഥാനം പാകിസ്ഥാനാണ്. ഇതോടെയാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന SCO രാഷ്ട്രത്തലവന്മാരുടെ യോഗത്തിന് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്നത്. അതേസമയം ഞായറാഴ്ച രാത്രി പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിന് സമീപം സ്ഫോടനമുണ്ടായി. വിമാനത്താവളത്തിന് പുറത്തുണ്ടായിരുന്ന ടാങ്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് അറിയിച്ചത്. സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. പാക് വിഘടന സംഘടനയായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇസ്ലാമാബാദിൽ ഷാങ്ഹായ് ഉച്ചകോടി നടക്കാൻ 2 ആഴ്ച മാത്രം ശേഷിക്കെയാണ് സ്ഫോടനം. വിദേശികളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് സിന്ധ് പ്രവിശ്യ ആഭ്യന്തരമന്ത്രി സിയാഉൽ ഹസൻ പറഞ്ഞു. ചൈനീസ് നിക്ഷേപകരുടെയും എഞ്ചിനീയർമാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും വാഹനവ്യൂഹം ലക്ഷ്യം വെച്ചാണ് ആക്രമണം. ആക്രമണത്തിൽ 2 ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാനിലെ ചൈനീസ് എംബസിയും അറിയിച്ചു. സ്ഫോടനത്തിൽ നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയാകുകയും പ്രദേശം മുഴുവൻ പുക പടരുകയും ചെയ്തുവെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 10-ലധികം വാഹനങ്ങൾ സ്ഫോടനത്തിൽ കത്തിനശിച്ചിട്ടുണ്ട്. ഇതോടെ വിമാനത്താവളത്തിലും സമീപ പ്രദേശങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു.